ഇന്ന് നമുക്ക് വീണ്ടും ഒരു സെന്റാങ്കിൾ ആർട്ട് ചെയ്താലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ സെന്റാങ്കിൾ ആർട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ മുഴുവനായിട്ട് ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് മാത്രം ഗ്രിഡ്സ് വരയ്ക്കുക, കാരണം നമുക്കത് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇതേപോലെ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുക. ഈ വരക്കണ ഭാഗമൊക്കെ വീഡിയോ നോക്കി മനസ്സിലാക്കണമായിരിക്കും നല്ലത്. ഒരെണ്ണം അപ്പുറത്തെ സൈഡിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വേണം അടുത്തയിൽ വരക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിൽ മുഴുവനായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇപ്പം നമ്മൾ വെർട്ടിക്കലി വരച്ചില്ലേ, അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും വരച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെർട്ടിക്കലായിട്ടുള്ളതിൽ ലൈൻസ് താഴേക്കും അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടുള്ളതിൽ ലൈൻസ് നേരെയും വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എന്തോ ഉപകാരം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, അത് കണ്ടിരിക്കാൻ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിലും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാണ്ട് അത് നിർത്താനും തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.